ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ ആൻഡ് സ്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ കലാശക്കൊട്ടിലേക്ക് പോവുകയാണ്. BEGC 104-ൻ്റെ അതായത് ലാസ്റ്റ് ബ്ലോക്ക് മാക്ബത്ത് ആണ്. വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു വർക്കാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഈ ഒരു സബ്ജക്റ്റിൻ്റെ നോട്ട്സ് വേണ്ടവരെന്ത് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ബ്ലോക്ക് 4-ലെ മാക്ബത്ത് നോക്കാം. ഇത് എഴുതിയത് ആരാണ്? വില്യം ഷേക്സ്പിയർ ആണ്. വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു ട്രാജഡിയാണ് ഈ മാക്ബത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം, ഇൻട്രൊഡക്ഷനിലേക്ക് കിടക്കാം. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ട്രാജഡി. ഇതെന്താണ്? വളരെ ഷോർട്ടായിട്ടുള്ളൊരു ട്രാജഡിയാണ്. ഇത് എഴുതിയത് ആരാണ്? വില്യം ഷേക്സ്പിയർ ആണ്. അദ്ദേഹം എഴുതിയത് 1609-ലാണ് ഇത് എഴുതിയത്. ഇതിൻ്റെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത്, ഇത് നടന്നത് സ്കോട്ട്ലാൻഡിലായിട്ടാണ് ഇതിൻ്റെ സെറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് അദ്ദേഹം എടുത്തത്, ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ടേക്കൺ ഫ്രം റാഫൽസ് ഹോളിൻഷെഡ്സ്. ഇതൊരു ക്രോണിക്കൽസ് ആണ്. ക്രോണിക്കൽസ് ആയിട്ടുള്ള റാഫൽ ഹോളിൻഷെഡ്സിൽ നിന്നാണ് ഇതിൻ്റെ സോഴ്സ്. അപ്പോൾ ആ ഒരു ക്രോണിക്കൽസിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് ദ ക്രോണിക്കൽസ് ഓഫ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ് ആൻഡ് അയർലാൻഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സോഴ്സ്. ഈ ഒരു ഡ്രാമയിൽ, ഈ ഒരു ട്രാജഡി 5 ആക്ട്സ് ഉണ്ട്. ഇതിലൊരു 5 ആക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ആക്റ്റുകളൊക്കെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഫർദർ ഡിവൈഡഡ് ഇൻറ്റു സീൻസ്, പല സീൻസുമായിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ക്യാരക്ടേഴ്സിലേക്ക് നോക്കാം മാക്ബത്തിലുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വിയേർഡ് സിസ്റ്റേഴ്സ്. ഈ വിയേർഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 3 വിച്ചസ് ആണ്. ഓക്കെ, പിന്നെ ദുർമന്ത്രവാദിനികൾ എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അപ്പോൾ ദേ ആർ ദ 3 വിച്ചേഴ്സ് ഹൂ പ്രൊഫൈസ് ദാറ്റ് മാക്ബത്ത് വിൽ ബി ദ കിങ് ഓഫ് സ്കോട്ട്ലാൻഡ്. അപ്പോൾ അവരെന്താണ്, ഭാവി പറയും. ഓക്കെ, അവർ ഭാവി പറയാൻ കഴിവുള്ള വിച്ചേഴ്സ് ആണ്. അവർ വന്നിട്ട് എന്ത് ചെയ്യും, മാക്ബത്തിനെ പറയും, മാക്ബത്ത് എന്തായി മാറും, സ്കോട്ട്ലാൻഡിലെ കിങ് ആയിട്ട് മാറും എന്നൊരു ഭാവി അവർ പറയും. ആൻഡ് ബാങ്കോ വിൽ ബി ദ ഫൗണ്ടൻ ഹെഡ്. എന്നിട്ട് പറയും ബാങ്കോ ആരായിട്ട് മാറും, ഫൗണ്ടൻ ഹെഡും. മാക്ബത്ത് ആരായിട്ട് മാറും, സ്കോട്ട്ലാൻഡിൻ്റെ കിങ് ആയിട്ട് മാറും എന്ന് ഒരു പ്രൊഫസി പറയും. ഓക്കെ, ഒരു ഭവിഷ്യവാണി പറയും. ഓക്കെ, ഇനി അടുത്തൊരു ക്യാരക്ടറാണ് ഡങ്കൻ. അപ്പോൾ നമുക്ക് ഇവരിൽ തന്നെ ഒരു ക്യാരക്ടറിനെ പറഞ്ഞു, 3 വിച്ചസ് പറഞ്ഞല്ലോ. പിന്നെ അടുത്ത ക്യാരക്ടർ ഡങ്കൻ. ഡങ്കൻ എന്ന് പറയുന്നത് കിങ് ഓഫ് സ്കോട്ട്ലാൻഡ് ആണ്. അപ്പോൾ ഓൾറെഡി സ്കോട്ട്ലാൻഡിൽ കിങ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്? ഡങ്കൻ ആണ്. അദ്ദേഹം ആരുടെ ഫാദറാണ്? മാൽക്കമിൻ്റെ ഫാദറാണ്. ഓക്കെ, ഇനി അടുത്ത ക്യാരക്ടറാണ് മാക്ബത്ത്. മാക്ബത്ത് എന്ന് പറയുന്നത് തെയ്ൻ ഓഫ് ഗ്ലാമിസ് ആണ്. ഈ തെയ്ൻ എന്ന് പറയുന്നത് ഒരു ടൈറ്റിലാണ്, അതായത് ഒരു പേഴ്സണിന് അന്നത്തെ കാലത്ത് നൽകുന്നൊരു ടൈറ്റിലാണ്. അതിൽ ഗ്ലാമിസ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ ഗ്ലാമിസിലെ ഒരു ടൈറ്റിൽ ആർക്ക് കിട്ടിയിട്ടുണ്ട്? മാക്ബത്തിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതപ്പോൾ 3rd ക്യാരക്ടർ ആരാണ്? മാക്ബത്ത്. ഇനി 4th ക്യാരക്ടർ ആരാണ്? ബാങ്കോ. ബാങ്കോ എന്ന് പറയുന്നത് മാക്ബത്തിൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇനി അടുത്ത ക്യാരക്ടറാണ് ലേഡി മാക്ബത്ത്. ലേഡി മാക്ബത്ത് എന്ന് പറയുന്നത് മാക്ബത്തിൻ്റെ വൈഫാണ്. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടറാണ് മാക്ഡഫ്. അവൻ എന്താണ്? അവൻ തൈൻ ഓഫ് ഫൈഫി ആണ്. അതുപോലെ തന്നെ അവനാണ് ലാസ്റ്റ് മാക്ബത്തിനെ എന്ത് ചെയ്യുന്നത്, കൊല്ലുന്നത്. ഓക്കെ, ഹീസ് ദ തൈൻ ഓഫ് ഫൈഫി ആൻഡ് ഹീ കിൽസ് മാക്ബത്ത്. ഓക്കെ, ഇനി നമുക്ക് സമ്മറി കിടക്കാം. എന്താണ് മാക്ബത്തിൽ ഈ ഒരു ട്രാജഡിയിലുള്ള സമ്മറി എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. തെയ്ൻ ഓഫ് കോഡോ ഹാസ് ബീൻ ട്രെയിലർ ആൻഡ് സപ്പോർട്ടഡ് ദ നോർവിയൻ ആർമി ടു ഇൻവേഡ് സ്കോട്ട്ലാൻഡ്, ബട്ട് ദ സ്കോട്ടിഷ് ആർമി ആൻഡ് മാക്ബത്ത് തെയ്ൻ ഓഫ് ഗ്ലാമിസ് ഹാവ് സക്സസ്ഫുള്ളി ഡിഫീറ്റഡ് ദ നോർവീജിയൻ ആർമി. അതായത് നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുക ട്രാജഡിയിൽ 2 കൂട്ടർ തമ്മിലുള്ള ഒരു യുദ്ധമാണ്. അത് ആരൊക്കെ തമ്മിലാണ്? സ്കോട്ട്ലാൻഡും അതുപോലെ തന്നെ നോർവിയൻ ആർമിയും തമ്മിലുള്ള ഒരു യുദ്ധമാണ് നമുക്ക് കാണാൻ പറ്റുക. അതിൽ മാക്ബത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സ്കോട്ട്ലാൻഡിൻ്റെ ഭാഗത്താണ്. ഓക്കെ, സ്കോട്ട്ലാൻഡിൻ്റെ ഭാഗത്തായിട്ട് മാക്ബത്ത് എന്ത് ചെയ്യാണ്? യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും തെയ്ൻ ഓഫ് കോഡർ എന്ത് ചെയ്യുന്നുണ്ട്? നോർവിയൻ ആർമിയെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. മാക്ബത്ത് ആൻഡ് ബാങ്കോ കം അക്രോസ് ദ വിയേർഡ് സിസ്റ്റേഴ്സ്. ബാങ്കോയും പിന്നെ അതുപോലെ തന്നെ മാക്ബത്തും എന്ത് ചെയ്യാണ്? യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു വേസ്റ്റ്ലാൻഡിലോട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ അവരുടെ മുന്നിലേക്ക് ആര് വരികയാണ്? നേരത്തെ വിയേർഡ് സിസ്റ്റേഴ്സ്, നമ്മൾ പറഞ്ഞിട്ടില്ലേ, 3 വിച്ചസ്. അവർ വന്നിട്ട് പറയും, അവരൊരു പ്രൊഫസി പറയും, ഒരു ഭാവി പറയും. എന്താണ് ആ ഭാവിയിൽ പറയുക? മാക്ബത്ത് വിൽ ബി ദ തെയ്ൻ ഓഫ് കോഡർ. മാക്ബത്ത് ആരായി മാറും? തെയ്ൻ ഓഫ് കോഡറായിട്ട് മാറും. അതുപോലെ തന്നെ അതിനുശേഷം അദ്ദേഹം രാജാവായി വരും. പിന്നെ അദ്ദേഹം എന്നിട്ട് പറയും, അപ്പോൾ ഈ ഒരു സമയത്ത് ബാങ്കോ വിൽ ബി ഹാപ്പി happier than Macbeth, but his sons will be the future king of Scotland. എന്നിട്ട് അവർ പറയും, ബാങ്കോ എന്ത് ചെയ്യും? മാക്ബത്തിനേക്കാൾ സന്തോഷവനാകും. അവൻ്റെ ആരാണ്? മകൻ എന്ത് ചെയ്യും? പിന്നെ ഫ്യൂച്ചർ കിങ്, സ്കോട്ട്ലാൻഡിലെ ഫ്യൂച്ചർ കിങ് ആയിട്ട് ആരുടെ മകൻ വരും? ബാങ്കോൻ്റെ മകൻ വരും എന്ന് ആര് പ്രൊഫസി പറയും? നമ്മുടെ വിയേർഡ് സിസ്റ്റേഴ്സ് പ്രൊഫസി പറയും.
അപ്പോൾ ഓൾറെഡി മാക്ബത്ത് എന്താണ്, തെയ്ൻ ഓഫ് ഗ്ലമിസ് ആണ്. അപ്പോൾ അദ്ദേഹം എന്തായി മാറും, ഇനി തെയ്ൻ ഓഫ് ഖഡോറായി മാറും. അതിനുശേഷം അദ്ദേഹം എന്തായി മാറും, അവിടുത്തെ നമ്മുടെ കിങ് ആയിട്ട് മാറും എന്നാണ് ഇവിടെ ആര് പ്രൊഫസി പറയുന്നത്, നമ്മുടെ ഈ ഒരു 3 വിച്ചസ് പ്രൊഫസി പറയുന്നത്. അതുപോലെ തന്നെ അവർ ബാങ്കോക്കും വേണ്ടിയിട്ടൊരു ഭാവി പറയുന്നുണ്ട്. ബാങ്കോ മാക്ബത്തിനേക്കാൾ ഹാപ്പി ആവും, അവൻ്റെ മകൻ എന്താവും, ഫ്യൂച്ചർ കിങ് ഓഫ് സ്കോട്ട്ലാൻഡ്, സ്കോട്ട്ലാൻഡിൻ്റെ ഭാവിയിലുള്ള രാജാവാണ് ബാങ്കോയുടെ സൺ എന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ മാക്ബത്ത് എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാണ്, പാലസിലേക്ക് തിരിച്ചെത്തുമ്പോൾ കിങ് ഡങ്കൻ ഉണ്ടല്ലോ, കിങ് ഡങ്കൻ എന്ന് പറയുന്നത് ആരാണ്, സ്കോട്ട്ലാൻഡിൽ ഓൾറെഡി ഉള്ള കിങ് ആണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, പിന്നെ മാക്ബത്തിനോട് പറയും, നീ ഇനി എന്തായി വരണം, നിനക്ക് ഞാനൊരു റിവാർഡ് തരികയാണ്, നീ ഇനി തെയ്ൻ ഓഫ് ഖഡോറാണ് എന്ന് പറഞ്ഞിട്ട് റിവാർഡ് കൊടുക്കും. എന്തിനാണ് ഈ ഒരു റിവാർഡ് കൊടുത്തത്, അവൻ ആ യുദ്ധത്തിൽ ജയിച്ചു, നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് ഒരു യുദ്ധം നടന്നിട്ടുണ്ടെന്ന്, ആ യുദ്ധത്തിൽ അവൻ ജയിച്ചു വരുന്നതാണ്. അപ്പോൾ അവനക്കുള്ളൊരു റിവാർഡായിട്ട് ഡങ്കൻ കിങ് എന്താണ് കൊടുക്കുക, തെയ്ൻ ഓഫ് ഖഡോർ കൊടുക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി നേരത്തെ നമ്മുടെ വിച്ചസ് പറഞ്ഞ ഒരു ഭാവി എന്ത് ചെയ്യുകയാണ് ഇവിടെ നടന്നു കഴിഞ്ഞു അല്ലേ, അവർ പറഞ്ഞൊരു ഭവിഷ്യവാണി ഇപ്പോൾ നടന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ മാക്ബത്ത് വളരെ എന്താണ് അത്ഭുതപ്പെടുകയാണ്. അതായത് നേരത്തെ തന്നോട് ഈ കാര്യം പറഞ്ഞു വന്നതേ ഉള്ളൂ അല്ലേ, ആ വിച്ചസ് തന്നോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോൾ തന്നെ അവൻ എന്തായി മാറി, തെയ്ൻ ഓഫ് ഖഡോറായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പ്രൊഫസി എന്തായിരുന്നു അവനെ പറ്റി, അവൻ കിങ്ങായി മാറും എന്നൊരു പ്രൊഫസി പറഞ്ഞിട്ടുണ്ടല്ലോ വിച്ചസ്. അപ്പോൾ ഇനി അതും നടക്കുമോ, അല്ലെങ്കിൽ അതും ഇനി നടക്കാൻ വേണ്ടി പോവുകയാണോ എന്നൊക്കെ ഇങ്ങനെ മാക്ബത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് വൈഫ്. അപ്പോൾ അതിനുശേഷം മാക്ബത്ത് എന്ത് ചെയ്യും, തൻ്റെ വൈഫിന് വേണ്ടിയിട്ടൊരു ലെറ്റർ എഴുതും. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരെന്താണ്, ലേഡി മാക്ബത്ത് ആണ്. ആൻഡ് ടെൽസ് ഹെർ അബൌട്ട് ദ പ്രൊഫസീസ്. എന്നിട്ട് ആ ഒരു കത്തിൽ എന്ത് എഴുതും, ഈ വിച്ചസ് പറഞ്ഞ ഈ പ്രൊഫസീസ് ഉണ്ടല്ലോ, ഈ ഒരു ഭാവി പറച്ചിലുണ്ടല്ലോ, അതിനെക്കുറിച്ച് ആ കത്തിൽ എഴുതും. ബോത്ത് മാക്ബത്ത് ആൻഡ് ഹിസ് വൈഫ് ആർ നൗ ഓവർകം വിത്ത് അംബിഷൻ. അപ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പോൾ എന്തായി, മനസ്സിലൊരു ലഡു പൊട്ടി, ഇനിയിപ്പോൾ കിങ് ആയിട്ട് ഞാൻ മാറുമോ, അപ്പോൾ ലേഡി മാക്ബത്തും ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ ഭർത്താവിന് ഒരു രാജാവായിട്ട് വരുമോ എന്നൊക്കെ അവരിൽ എന്ത് വരാൻ തുടങ്ങി, ആഗ്രഹം മുളക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം ഈ ഒരു സമയത്താണ് പിന്നെ പാലസിൽ ഒരു എന്താ പറയുക ഒരു അനൗൺസ്മെൻറ്റ് നടക്കുന്നത്. കിങ് ഡങ്കൻ അനൗൺസ് ചെയ്യും, അതായത് അദ്ദേഹത്തിന് ശേഷം ആര് രാജാവായി വരും, മാൽക്കോം, അദ്ദേഹത്തിൻ്റെ മകനായ മാൽക്കോം ആണ് ഇനി രാജാവായിട്ട് വരിക എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നൊരു സീൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കിങ് ഡങ്കന് മാക്ബത്തിന് വളരെ ഇഷ്ടമാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു ധൈര്യത്തിലും ഒക്കെ കറേജും കാര്യങ്ങളൊക്കെ അതിലൊക്കെ മാക്ബത്തിന് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു യുദ്ധം ജയിച്ചു വന്നതുകൊണ്ട് തന്നെ ഇനി മാക്ബത്തിൻ്റെ കാസ്റ്റിൽ ഒരു സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും, ആര് പോകും, കിങ് ഡങ്കൻ പോകും. മാക്ബത്ത് ആൻഡ് ഹിസ് വൈഫ് ഡിസൈഡഡ് ടു മർഡർ ഡങ്കൻ ദാറ്റ് വെരി നൈറ്റ്. അപ്പോൾ മാക്ബത്തും പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫും അപ്പം എന്ത് ചെയ്യുകയാണ്, തീരുമാനിക്കുകയാണ് കിങ് ഡങ്കനെ നമുക്ക് ഇന്നിവിടെ വെച്ച് കൊല്ലണം എന്ന അവർ പ്ലാനിങ്ങിലേക്ക് പോവുകയാണ്. ഓക്കെ, അവരുടെ ഉള്ളിൽ ഇപ്പോൾ എന്ത് വന്നു, അത്യാഗ്രഹം വന്നല്ലേ, രാജാവുമായി മാറണം എന്നുള്ള അത്യാഗ്രഹം വന്നു. പിന്നെ ആ ഒരു അനൗൺസ്മെൻറ്റും കേട്ടല്ലോ, എന്ത് ഇനി തൻ്റെ മകനാണ് ഈ രാജ്യം ഭരിക്കാൻ, മാൽക്കോമാണ് രാജ്യം ഭരിക്കാം എന്നുള്ള ഒരു അറിയിപ്പും കൂടി വന്നതോടുകൂടി അവരുടെ മനസ്സിൽ എന്ത് ചെയ്ത് വന്നു, ഇനി ഡങ്കനെ കൊല്ലേണ്ടി വരും എന്നുള്ള ചിന്ത അവരിലേക്ക് വന്നു. പക്ഷേ മാക്ബത്ത് വളരെ എന്താണ് പരിഭ്രാന്തനാണ്, താൻ എങ്ങനെ കിങ് ഡങ്കനെ കൊല്ലും. അവനെ സംബന്ധിച്ചിടത്തോളം ഡങ്കൻ കിങ് എന്ന് പറയുന്ന ഒരു ഫാദർ ഫിഗർ തന്നെയാണ്. ഓക്കെ, അവൻ അത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെ അദ്ദേഹത്തിനെ ഞാൻ കൊല്ലുമെന്നൊക്കെ മാക്ബത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, വേവലാതിപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ ലേഡി മാക്ബത്ത് ഒരു തരത്തിലും മാക്ബത്തിന് എന്ത് ചെയ്യില്ല, പിന്നെ വിടില്ല. അതായത് ലേഡി മാക്ബത്ത് ഇപ്പം ഇങ്ങനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതായത് നീ ഒരു പുരുഷനാണ്, നീ ഒരു മാനാണ്, അപ്പം നീ എന്ത് ചെയ്യണം, ഡങ്കനെ കൊല്ല് തന്നെ ചെയ്യണം, എങ്കിൽ മാത്രമേ നിനക്ക് എന്താ വരാൻ പറ്റുള്ളൂ, രാജാവായിട്ട് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോക്ക് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് വെരി നൈറ്റ് കിങ് ഡങ്കൻ ഈസ് മർഡേഡ്. അപ്പോൾ കിങ് ഡങ്കൻ അങ്ങനെ കൊല്ലപ്പെടുകയാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്യാണ്, മാക്ഡഫ് വരികയാണ്. മാക്ഡഫ് തെയ്ൻ ഓഫ് ഫൈഫിയാണ്. അപ്പോൾ അദ്ദേഹം വരികയാണ്. മാക്ഡഫും മാക്ബത്തും തമ്മിൽ മിക്സായി പോയേക്കരുത്. മാക്ഡഫ് വന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാണ്, ആരെ വിളിക്കാൻ വന്നതാണ്, ഡങ്കൻ കിങ്ങിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവൻ എന്ത് ഡിസ്കവർ ചെയ്യും, ഡങ്കൻ കിങ് മരിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ആര് ഡിസ്കവർ ചെയ്യും, മാക്ഡഫ് ഡിസ്കവർ ചെയ്യും. അപ്പോൾ അതിന് ശേഷം എന്താവും, കിങ് ഡങ്കൻ്റെ മകൻ എന്ത് ചെയ്യും, ഒളിച്ചോടും. അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹം പേടിച്ചിട്ട് ഒളിച്ചോടും. കാരണം ഓൾറെഡി തൻ്റെ ഫാദറിനെ കൊന്നു കഴിഞ്ഞല്ലോ, ഇനി അവരുടെ ടാർഗറ്റ് ഞാനായിരിക്കും എന്ന് ഭയന്നിട്ട് അദ്ദേഹത്തിൻ്റെ സൺ എന്ത് ചെയ്യും, അവിടെ നിന്നും ഓടിപ്പോകും.
അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം എന്താവും, മാക്ബത്ത് രാജാവായിട്ട് അവിടെ വരും. നൗ മാക്ബത്ത് ഡിസൈഡ് ടു കിൽ ബാങ്കോ ആൻഡ് ഹിസ് സൺ. അതായത് ഇനി എന്ത് ചെയ്യാണ്, മാക്ബത്ത് ഡിസൈഡ് ചെയ്യാണ് ആരെ കൊല്ലാൻ, ബാങ്കോനെയും അവൻ്റെ മകനെയും കൊല്ലാൻ. എന്തിനായിരിക്കും അങ്ങനെ കൊല്ലുന്നത്? ഓൾറെഡി മാക്ബത്തിൻ്റെ മുന്നിൽ ആണല്ലോ നേരത്തെ വിച്ചസ് പറഞ്ഞത്, എന്ത്, ബാങ്കോ മാക്ബത്തിനേക്കാൾ ഹാപ്പി ആയിരിക്കും, എന്നിട്ട് ബാങ്കോൻ്റെ മകൻ എന്താവും, ഈ ഭാവിയിലെ സ്കോട്ട്ലാൻഡിലെ കിങ് ആയിട്ട് വളരും. അപ്പോൾ മാക്ബത്തിന് അറിഞ്ഞു, അപ്പോൾ ഇവൻ തൻ്റെ എനിമിയാണ്, അപ്പോൾ അവനെയും ഇനി കൊന്നേ പറ്റുമെന്ന് ആര് തീരുമാനിക്കും, മാക്ബത്ത് തീരുമാനിക്കും. അതിന് ആ ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് മാക്ബത്ത് ഇനി എന്ത് ചെയ്യും, തൻ്റെ വീട്ടിൽ, തൻ്റെ ഒരു പാലസിൽ എന്ത് ചെയ്യും, ഒരു ഫീസ്റ്റ് ഒരുക്കും. ഓക്കെ, ആ ഫീസ്റ്റിൽ ആരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യും, ഒരുപാട് തെയിൻസിനെ ഇൻവൈറ്റ് ചെയ്യും. അതിലാരും കൂടിയുണ്ട്, ബാങ്കോവും കൂടി ഇൻവൈറ്റഡ് ആവും. ഓക്കെ, ബാങ്കോ ആൻഡ് ഫ്ലിയാൻസും ആ ഒരു ഇൻവിറ്റേഷനിലുണ്ട്. ആ ഒരു ഫീസ്റ്റിലേക്ക് അവരെയും കൂടി ഇൻവൈറ്റ് ചെയ്യും. ഓക്കെ, ഇതിൽ ഫ്ലിയൻസ് എന്ന് പറയുന്നത് ആരുടെ മകനാണ്, ബാങ്കോൻ്റെ മകനാണ്. അപ്പോൾ ഇവനാണ് ഇനി ഭാവിയിൽ രാജാവാകുമെന്ന് ആര് പറഞ്ഞത്, ആ 3 വിച്ചസ് പറഞ്ഞത്. അപ്പോൾ മാക്ബത്ത് 2 മേർഡറേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട് ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷേ ബാങ്കോനെ കൊല്ലപ്പെടുത്താൻ പറ്റും, പക്ഷേ ഫ്ലിയാൻസ് എന്താവും, എസ്കേപ്പ് ചെയ്തിട്ട് പോകും. ഓക്കെ, എന്നിട്ട് ആ ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ ആ ഒരു ഫീസ്റ്റിൽ പിന്നീട് മാക്ബത്ത് ആരെ കാണുകയാണ്, ബാങ്കോൻ്റെ ഗോസ്റ്റ് ഇങ്ങനെ മുന്നിൽ വരുന്നത് പോലെ കാണുകയാണ്. ഓക്കെ, ബാങ്കോൻ്റെ പ്രേതം ഇങ്ങനെ തന്നെ മുന്നിൽ വരുന്നത് പോലെ മാക്ബത്തിന് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു കിങ്ങിൻ്റെ ചെയറിലൊക്കെ ബാങ്കോ ഇരിക്കുന്നത് പോലെയൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ മാക്ബത്ത് ഇങ്ങനെ ഒച്ചത്തിൽ അലറി വിളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ സീനിലൊക്കെ ലേഡി മാക്ബത്ത് വന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിലേക്കൊക്കെ കൂട്ടി പോകുന്നുണ്ട്. കാരണം ബാക്കിയുള്ളവർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ സംശയം തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സീനുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സംഭവത്തിന് ശേഷം ഇനി മാക്ബത്ത് എന്ത് ചെയ്യും, ആ വിയേർഡ് സിസ്റ്റേഴ്സിലെ നമ്മൾ നേരത്തെ പറഞ്ഞ 3 വിച്ചസിലെ അവരുടെ അടുത്തേക്ക് പോകും. എന്തിനു വേണ്ടിയിട്ട്, തൻ്റെ വിധിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവനക്ക് എന്ത് ചെയ്യും, മാക്ബത്തിന് ഇപ്പോൾ അവരെ വളരെയധികം വിശ്വാസമായി അല്ലേ, അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകും തൻ്റെ ഫെയ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വിച്ചസ് വീണ്ടും 3 പ്രൊഫസീസ് പറയും, വീണ്ടും 3 ഭാവി പറയും. എന്തൊക്കെയാണ് ആ ഭാവി എന്ന് നോക്കാം. ഫസ്റ്റ് അവർ പറയും ബിവെയർ ഓഫ് മാക്ഡഫ്, നീ എന്ത് ചെയ്യണം, ബിവെയർ ഓഫ് മാക്ഡഫ് എന്ന് പറയും. രണ്ടാമത് പറയും നോ മാൻ ബോൺ ഓഫ് വുമൺ ക്യാൻ ഡിഫീറ്റ് യു, സ്ത്രീയിൽ നിന്ന് പിറന്ന ഒരുത്തനും നിന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. യു വിൽ റൂൾ അൺടിൽ ദ ബിർണം വുഡ് മാർച്ചസ് ടു ഡെൻസിനൻസ്. അതായത് ഈ ബിർണം വുഡ് എന്ന് പറയുന്നത് സ്കോട്ട്ലാൻഡിൻ്റെ പുറത്തുള്ളൊരു ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റ് തന്നെ നിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് വരെ, അതായത് നീങ്ങി വരുന്നത് വരെ നീ റൂള് ചെയ്യും എന്നിങ്ങനെയുള്ള 3 ഭാവി കാര്യങ്ങൾ ആര് പറയും, ഈ 3 വിച്ചസ് പറയും. അപ്പോൾ ഇത് കേട്ടപ്പോൾ മാക്ബത്തിന് ഒരുപാട് ആശ്വാസം വരും. കാരണം അവനറിഞ്ഞല്ലോ, അതായത് സ്ത്രീയിൽ നിന്നല്ലാതെ ആരും പിറക്കില്ലല്ലോ, അപ്പോൾ ആർക്കും എന്നെ കൊല്ലാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ബിർണം വുഡ്, ഒരു ഫോറസ്റ്റൊക്കെ എങ്ങനെയാണ് നീങ്ങി തൻ്റെ പിന്നെ എന്താ പറയുക സ്ഥലത്തിൻ്റെ അടുത്തേക്ക് വരിക, അപ്പോൾ അതൊന്നും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ മാക്ബത്ത് ഫീൽ റിലാക്സ്ഡ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് റിലീഫ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. നൗ മാക്ബത്ത് മേക്സ് അനദർ പ്ലാൻ ടു കിൽ മാക്ഡഫ്. അപ്പോൾ ഈ ഒരു വിച്ചസ് പറഞ്ഞല്ലോ, എന്ത്, ബിവെയർ ഓഫ് മാക്ഡഫ്, മാക്ഡഫിനെ നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മാക്ബത്ത് എന്ത് ചെയ്യാണ്, ഇനി വേറൊരു പ്ലാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തിന്, മാക്ഡഫിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അൺഫോർച്ചുനേറ്റ്ലി, പക്ഷേ എന്നാൽ മാക്ഡഫ് ഈസ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് മാക്ബത്ത് കിൽഡ് ഹിസ് ഫാമിലി. അപ്പോൾ മാക്ബത്ത് ഇപ്പോൾ മാക്ഡഫിനെ കൊല്ലാനുള്ളൊരു പ്ലാനിനാണുള്ളത്. പക്ഷേ മാക്ഡഫ് ഓൾറെഡി ഇംഗ്ലണ്ടിനാണുള്ളത്, അവൻ സ്കോട്ട്ലാൻഡിൽ ഇപ്പോൾ ഇല്ല. അവൻ എന്തിനാണ് ഇംഗ്ലണ്ടിൽ പോയെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ആർമിയുടെ സഹായം തേടാനാണ്. അതായത് മാക്ഡഫിന് ഇപ്പോൾ ഒരു ഡൗട്ട് അടിച്ചു, ആരെ, മാക്ബത്താണ് ഡങ്കനെ കൊന്നത് എന്നൊരു ഡൗട്ട് ആർക്ക് തോന്നി, മാക്ഡഫിന് തോന്നി. അപ്പോൾ അവനക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ആർമിയുടെ സഹായത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിലാണ് ഇപ്പോൾ ആരുള്ളത്, മാക്ഡഫ് ഉള്ളത്. അപ്പോൾ മാക്ബത്ത് എന്ത് ചെയ്യും, മാക്ഡഫിനെ കിട്ടാത്തതുകൊണ്ട് അവൻ്റെ ഫാമിലി ആയിട്ടുള്ള വൈഫിനെയും കുട്ടികളെയും ഒക്കെ കൊന്നൊടുക്കും. ഓക്കെ, ഇതറിഞ്ഞിട്ട് മാക്ബത്തിൻ്റെ ഈ ഒരു ക്രൂരകൃത്യം അറിഞ്ഞിട്ട് മാക്ഡഫ് വളരെ ദേഷ്യം വരും. ഓക്കെ, അവൻ്റെ ഫാമിലി മൊത്തം നശിച്ചല്ലോ. അപ്പോൾ അവൻ എന്ത് ചെയ്യും, പിന്നെ ഈ ആർമിയുടെ സഹായത്തോടു കൂടി എവിടത്തേക്ക് വരും, സ്കോട്ട്ലാൻഡിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ട് അവൻ എവിടെ ഒളിച്ചിരിക്കുന്നത്, ദ ബിർണം വുഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോറസ്റ്റ് ഇല്ലേ, അവിടെ ഇവരൊക്കെ എന്ത് ചെയ്യും, ഒളിച്ചു നിൽക്കും. എന്നിട്ട് മാക്ഡഫും അവൻ്റെ ആർമിയും എന്ത് ചെയ്യും, ഇംഗ്ലീഷ് ആർമി എന്ത് ചെയ്യും, കൊമ്പുകൾ കൊണ്ടും ഇലകൾ കൊണ്ടൊക്കെ അവരിങ്ങനെ അവരുടെ മേലയിൽ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒളിച്ച് നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവർ മെല്ലെ 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 ഇവിടത്തേക്ക് പോവും, ഡെനിസൻസിലേക്ക് നീങ്ങി പോവും. ഓക്കെ,
അപ്പോൾ ഈ ഒരു വരുത്തൊക്കെ കാണുമ്പോൾ ഇവർ ഈ ചില്ലകളും ഇലകളൊക്കെ വെച്ചിട്ടാണല്ലോ ഇങ്ങനെ നീങ്ങി വരുന്നത് ഒളിച്ച് നിന്നിട്ട്. അപ്പോൾ അത് ആ ഒരു സീന് നമ്മൾ മൊത്തത്തിൽ കാണുമ്പോൾ നമുക്ക് തോന്നും ഒരു ഫോറസ്റ്റിനെ നീങ്ങി വരുന്നതാണോ എന്ന് തോന്നിപ്പോവും. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞൊരു പ്രൊഫസി നമുക്ക് ഓർമ്മിക്കാം അല്ലേ. ബ്രിണ്ണം വുഡ് തന്നതായിട്ട് നടന്ന് എവിടത്തേക്ക് വരുമ്പോൾ, അതായത് നീങ്ങി എവിടത്തേക്ക് വരുമ്പോൾ ഡിനൈസൻസിലേക്ക് എത്തുമ്പോൾ ആണ് ആരുടെ റൂളിങ് അവസാനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, മാക്ബത്തിൻ്റെ റൂളിങ് അവസാനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് അല്ലേ. ബ്രിണ്ണം വുഡ് വരുന്നത് പോലെ തന്നെയുള്ളൊരു സീനാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ മാക്ബത്ത് പുറത്ത് വരുമ്പോൾ മാക്ഡഫുമായിട്ട് എൻകൗണ്ടർ ചെയ്യും. അപ്പോൾ എന്നാലും മാക്ബത്ത് വളരെ പ്രൗഡാണ്, അവന് ഉറപ്പാണ്, അവന് കോൺഫിഡൻ്റ് ആണ്. അതായത് തന്നെ ആർക്കും കൊല്ലാൻ പറ്റില്ല. അതായത് വിച്ചസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു സ്ത്രീയിൽ നിന്ന് അല്ലാതെ ജനിച്ചവനക്ക് മാത്രമേ നിന്നെ കൊല്ലാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ ഇനി ആർക്കും കൊല്ലാൻ പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആരിലുണ്ട്, മാക്ബത്തിലുണ്ട്. എന്നിട്ട് ഇവർ ഈ ഒരു എൻകൗണ്ടറിൽ ഇവർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ആര് ലാസ്റ്റ് മരിക്കുന്നുണ്ട്, മാക്ബത്ത് മരണപ്പെടുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് മാക്ഡഫ് റിവീൽ ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ എന്നെ ഒരു സ്ത്രീ പ്രസവിച്ചതല്ല, എന്നെ സിസേറിയനിലൂടെ എടുത്തതാണ്. ഓക്കെ, സിസേറിയൻ എന്ന് പറയുമ്പോൾ എന്താണ്, കട്ട് ചെയ്തിട്ട് എടുക്കുന്നതല്ലേ, അതായത് പ്രസവമായിട്ട് വരുന്നതല്ലേ, നോർമലായിട്ടുള്ള ഡെലിവറി അല്ലല്ലോ. അപ്പോൾ എന്നെ എന്ത് ചെയ്താണ്, എന്നെ പിന്നെ ഒരു സ്ത്രീ പ്രസവിച്ചതല്ല, എന്നെ എന്ത് ചെയ്ത് എടുത്തതാണ്, സിസേറിയൻ ചെയ്ത് എടുത്തതാണ് എന്ന് ആര് പറയും, മാക്ഡഫ് പറയും. അപ്പോൾ അതുകൊണ്ടാണ് മാക്ഡഫിന് മാക്ബത്തിനെ കൊല്ലാൻ വേണ്ടി സാധിച്ചത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ട്രാജഡിയിലുള്ള ഒരു കഥ എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ട്രാജഡി മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഓരോ കമൻറ്റും വളരെ വിലപ്പെട്ടതാണ്. സോ താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നോട്ട്സ് വേണ്ടവർ എന്ത് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.